സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിൽ വരുന്ന വാവ് ബലി ഇടാറുണ്ടല്ലോ നമ്മളെല്ലാവരും, അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അന്ന് ചെയ്യാൻ പാടില്ലാത്തതും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിൽ നമ്മൾ എല്ലാവരും തന്നെ ബലി ഇടാറുണ്ട് അല്ലേ? ഈ ബലി ഇടുന്നതിനെക്കുറിച്ച് അനവധി സംശയങ്ങളും ഉള്ളവരുണ്ട്. അച്ഛനും അമ്മയും മരിച്ചെങ്കിൽ മാത്രമോ ബലിയിടാൻ പാടുള്ളൂ? അങ്ങനെയൊന്നും ഇല്ല. കാരണം നമ്മൾ അച്ഛൻ അമ്മ ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ബലിയിടുന്നത് അവരുടെ മരിച്ച ദിവസം കണക്കാക്കി ആ ദിവസങ്ങളിൽ തന്നെ പോയി ബലിയിടുന്നതാണ് ഉത്തമം. കർക്കിടക മാസത്തിലെ അമാവാസി ദിനത്തിൽ കർക്കിടക വാവുബലി എന്ന സങ്കല്പത്തിൽ നമ്മൾ ഇടുന്നത് നമ്മുടെ കുടുംബത്തിലെ പൂർവികർക്ക് പൂർവ്വസ്മൃതികളെ അവരെ വന്ദിച്ചുകൊണ്ട് നമ്മൾ ഇടുന്ന ബലിയാണ്. ആർക്കും പോയി ബലിയിടാം. നമ്മുടെ പൂർവികരോ മുത്തശ്ശനോ ഗുരുക്കന്മാരോ ആരെയെങ്കിലും ഒക്കെ കണക്കാക്കി ആർക്കും പോയി ബലിയിടാവുന്നതാണ്. അച്ഛനും അമ്മയും മരിച്ചാൽ മാത്രമേ ബലിയിടാവൂ എന്നൊന്നും ഇല്ല. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ആണ് ബലി ആചരിക്കാറ്. ഇത് ഏതെങ്കിലും പുണ്യതീർത്ഥക്കരയിൽ ബലിയിടുന്നതാണ് ഉത്തമം. ഉത്തര കേരളത്തിൽ തിരുനാവായ, തിരുനെല്ലി, മധ്യ കേരളത്തിൽ ആലുവ, തൃക്കുന്നപ്പുഴ, വർക്കല, തെക്കോട്ട് വന്നാൽ തിരുവല്ലം, കൊല്ലത്തുള്ള തിരുവല്ലമരം, അങ്ങനെ പല പുണ്യക്ഷേത്രങ്ങളും ഉണ്ട്. അവിടെയെല്ലാം ഓരോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളും സങ്കല്പങ്ങളും ഉണ്ടെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടുത്തെ ആ ക്ഷേത്രങ്ങളിലെ പൂജാവിധാനങ്ങൾ എല്ലാം പൂർത്തീകരിച്ച ശേഷം മാത്രമാണ് ഇവിടെ ബലിച്ചടങ്ങുകൾ അല്ലെങ്കിൽ ശ്രാദ്ധ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കർക്കിടക വാവു ബലി എന്നാണോ ആചരിക്കുന്നത് അതിൻ്റെ തലേദിവസം ഒരിക്കൽ ആചരിക്കണം. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. വളരെ ലളിതമായിട്ട് എന്തെങ്കിലും ഒരു നേരം പല ഫ്രൂട്ട്സോ എന്തെങ്കിലും കൂടെ കഴിക്കാവുന്നതാണ്. ജ്യൂസ്, വെള്ളം എല്ലാം കഴിക്കാവുന്നതാണ്. സസ്യാഹാരം മാത്രം കഴിക്കുക. നോൺ വെജ് ഒഴിവാക്കുക. രാവിലെയും വൈകിട്ടും കുളിച്ച് പ്രാർത്ഥിക്കണം. ബലിയുടെ അന്ന് രാവിലെ കുളിച്ച് ശുദ്ധമായി നമ്മൾ എവിടെയാണോ പോയി ബലിയിടുന്നത് അവിടെ പോയി ബലിയിട്ടതിന് ശേഷം മാത്രമേ ജലപാനം കഴിക്കാവൂ. അതിനുശേഷം മാത്രമേ ഭക്ഷണങ്ങൾ, ചായയോ എന്താണെങ്കിലും കഴിക്കാൻ പാടുള്ളൂ. പൂർണ്ണമായും നമ്മൾ മനസ്സും ശരീരവും പിതൃക്കളുടെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ആത്മസമർപ്പണത്തോടുകൂടി അവർക്ക് നമ്മൾ നൽകുന്ന ഒരു യജ്ഞമാണല്ലോ ഈ ബലികർമ്മം. അതുകൊണ്ട് ശുദ്ധം അല്ലെങ്കിൽ ആ നിഷ്ഠ പാലിക്കേണ്ടതാണ്. നമ്മൾ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ കുളിക്കുമ്പോൾ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം കൂടി ഉണ്ട്. വ്രതത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും സമയത്ത് നമ്മൾ ദേഷ്യം കുറച്ച് കലഹങ്ങൾ ഒഴിവാക്കി പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയിൽ സഞ്ചരിക്കണം. വ്രതാനുഷ്ഠാനങ്ങൾ സംശുദ്ധമായി ഉത്തമമായി തീരാൻ ഇതെല്ലാം തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. തലേ ദിവസം ഒരിക്കൽ എടുക്കുമ്പോൾ മുതൽ ബലിയിടുന്ന അന്നും അശുദ്ധമായ സ്ഥലങ്ങളിൽ പോകാതിരിക്കണം. അശുദ്ധമായ വസ്തുക്കളിൽ തൊടാതെയും ഇരിക്കണം. തലേ ദിവസത്തെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ബലിയിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് പുലയോ വാലായ്മയോ സംഭവിച്ചാൽ ബലിയിടരുത്. പുല വാലായ്മയോടുകൂടി ബലിയിടാൻ പോകരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗർഭിണികളും ബലിയിടാൻ പാടില്ല. പിന്നെ ബലിയിട്ട് കഴിഞ്ഞാലും അന്നേ ദിവസം വ്രതം പൂർണ്ണമായി ആചരിക്കേണ്ടതുണ്ട്. പിറ്റേ ദിവസം മാത്രമേ വ്രതം മുറിക്കാൻ പാടുള്ളൂ. കർക്കിടക മാസത്തിലെ ബലി ആചരണം മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് പുണ്യതീർത്ഥങ്ങളിലാണ്. അതിന് സാഹചര്യം ഇല്ലാത്തവർ സ്വന്തം വീടുകളിലും ചെയ്യാറുണ്ട്. ക്ഷേത്രങ്ങളിലും പുണ്യതീർത്ഥങ്ങളിലുമൊക്കെ ബലിയിടുന്നവർ ബലിച്ചോറും എള്ളും ബലിപുഷ്പങ്ങളും എല്ലാം നമ്മൾ സമർപ്പിച്ചതിന് ശേഷം ബലികർമ്മം പൂർത്തീകരിച്ചാൽ പുണ്യതീർത്ഥങ്ങളിൽ നിമജ്ജനം ചെയ്യും. എന്നാൽ വീടുകളിൽ ഇത് ചെയ്യുമ്പോൾ ചാണകം മെഴുകിയ തറയിൽ വാട്ടിയ തൂശനിലയിൽ വെള്ളം കുടഞ്ഞതിന് ശേഷം ഹവ്യൻ അല്ലെങ്കിൽ വെള്ളച്ചോറ് സമർപ്പിക്കുന്നു.
അത് കാക്ക വന്ന് കഴിച്ചാലാണ് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ ശ്രാദ്ധം അവർ സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുന്നത്. ഇനി കർക്കിടകത്തിൽ 2 അമാവാസി വന്നാൽ ശ്രാദ്ധ കർമ്മങ്ങൾക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ അമാവാസിയിലാണ്. ഒരു മാസത്തിൽ 2 നക്ഷത്രങ്ങളോ 2 തിഥികളോ വന്നാൽ ശ്രാദ്ധ കർമ്മങ്ങൾക്ക് ആദ്യത്തേതും പിറന്നാളിന് 2ാമത്തേതുമാണ് എടുക്കുന്നത്. പിറന്നാളിന് 2ാമത്തെ നക്ഷത്രമാണ് എടുക്കുക. ഈ ആചാരങ്ങളിലൂടെ നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ. എല്ലാവർക്കും പിതൃക്കളുടെ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.